ഉണർവോടെ സൗഹൃദ അധ്യാപക പരിശീലനം കട്ടപ്പനയിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഇടുക്കി ജില്ലയിലെ സൗഹൃദ കോർഡിനേറ്റേഴ്സിനുള്ള 3 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടനം ഹോട്ടൽ ക്ലൗഡ് ബേയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. എനിക്ക് നിങ്ങളെ കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ കുറിച്ചുമ്പോ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സാർമാർ വേദിയിൽ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകരെ കാഴ്ചവെക്കുന്നതായിട്ടാണ് എനിക്ക് എന്റെ മുൻപിൽ തോന്നാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു സ്കൂളൊന്നും പറയുന്നില്ല, ചിലപ്പോൾ സ്കൂൾ പറഞ്ഞു കഴിയുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അനന്യവും നൂതനവും നവീനവുമായ പരിപാടിയാണ് അഡോളസൻസ് കൗൺസിലിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. സൗഹൃദ ക്ലബ്ബുകൾ വഴി സ്കൂളുകളിൽ ഈ പരിപാടി നടപ്പിലാക്കുന്നു. 2014 ആരംഭിച്ച സൗഹൃദ ക്ലബ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരു വേദി ഉറപ്പാക്കുന്നു. വിദ്യാർത്ഥികളുടെ ശാരീരിക, അക്കാദമിക, സാമൂഹിക ഇടപഴകൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് സൗഹൃദയുടെ ഉദ്ദേശം. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ജില്ലാ കോർഡിനേറ്റർ ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായ പരിപാടിയിൽ ജോയിന്റ് കോർഡിനേറ്ററായ ഡോക്ടർ ദേവി KS സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ലാലി സെബാസ്റ്റ്യനെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കിയുടെ ജില്ലാ കോർഡിനേറ്റർ ജോസഫ് മാത്യു മുഖ്യപ്രഭാഷകനായ ചടങ്ങിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജെയ്സൺ ജോൺ നന്ദി പറഞ്ഞു. 9, 10, 11 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ കൗമാരപ്രായക്കാരായ കുട്ടികളെ സ്വയം വികാസത്തിലൂടെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകർക്ക് വിവിധ ക്ലാസുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കണ്ണിൽ മിന്നും പൊന്മാമ്പൂവേ, നിന്നിൽ തിളങ്ങും സൂര്യസ്വർണ്ണമേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ.